നമുക്കിന്ന് വലിയ ആഡംബരമൊന്നുമില്ലാത്ത ഈസി പ്രോൺസ് ബിരിയാണി ആയാലോ? അപ്പൊ നമുക്ക് റൈസിൽ നിന്ന് തുടങ്ങാം. അപ്പൊ ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ച് സൺഫ്ലവർ ഓയിലും ഗീയും ഈക്വൽ എമൗണ്ട് ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ടുണ്ടല്ലോ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് വെച്ചിരുന്ന് 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് അതിന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കിയിട്ട് അതിലോട്ട് ഒരു പിടി സവാള ഇട്ട് കൊടുക്കണേ. ഇനി ഈ സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ റൈസ് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാമേ. ഞാൻ കുക്കറിലല്ലേ വേവിക്കാൻ വെച്ചേക്കുന്നത്, അതുകൊണ്ട് 1 കപ്പിന് 1.25 കപ്പ് തിളച്ച വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. എന്നിട്ട് ഇത് ഒഴിച്ചതിന് ശേഷം നമ്മൾ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെയിറ്റ് ഇടാണ്ട് 10 മിനിറ്റ് ആട്ടോ നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് മുന്നേ ആവശ്യത്തിന് ഉപ്പും പിന്നെ അരി ഉടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറുനാരങ്ങ നീരും നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ മസാലയ്ക്ക് വേണ്ടിയിട്ടും ഈക്വൽ എമൗണ്ട് സൺഫ്ലവർ ഓയിലും ഗീ ഒഴിക്കണ്ടേ, നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ മാത്രം ഒഴിക്കാം. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് വെച്ചിട്ടില്ലേ അത് ഇട്ട് കൊടുക്കുക ആദ്യം. എന്നിട്ട് ഇതൊന്ന് പച്ചമുളകൊക്കെ മാറി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. സവാളയുടെ കൂടെ തന്നെ ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, വേഗം ഒന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് സോഫ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ തക്കാളി ഇട്ട് കൊടുക്കുക. എനിക്ക് തക്കാളി ഫ്രഷ് തക്കാളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ക്യാൻഡ് തക്കാളി ആയിട്ട് ഇട്ട് കൊടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ട് പെട്ടെന്നൊന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് നമുക്ക് 1 സ്പൂൺ മല്ലിപ്പൊടിയും ഞാൻ ആവശ്യത്തിന് ബിരിയാണി മസാല ആയിട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം എല്ലാം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ടുണ്ടല്ലോ കുറച്ച് പെരുംജീരകപ്പൊടിയും ആവശ്യത്തിന് ഗരം മസാല ഇട്ടിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് തൈര് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഒരു അരമുറി നാരങ്ങയുടെ നീര് ഒഴിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രോൺസ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിനി പ്രോൺസ് നല്ലതായിട്ട് വേവാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ എൻ്റെ ചെമ്മീൻ നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെന്ത് കഴിഞ്ഞിട്ട് ഇത്രയും ചാറ് നിങ്ങൾക്ക് ഇല്ല എങ്കിൽ ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒരു തള വരുന്ന വരെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ദം ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതിലോട്ട് 2 ലെയർ ആയിട്ടോ ചോറിട്ട് കൊടുക്കുന്നത്. ആദ്യത്തെ ലെയർ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തോട്ട് ഞാൻ ഗരം മസാല മാത്രമായിട്ട് തൂവി കൊടുക്കുന്നുള്ളൂ. വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഒരു സാധനങ്ങളും ആഡംബരത്തിന് ആഡ് ചെയ്യുന്നില്ല. അടുത്തതും ഒരു ലെയർ റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഗരം മസാല ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം അലൂമിനിയം ഫോയിൽ വെച്ച് നല്ലതായിട്ട് കവർ ചെയ്തിട്ട് ഒരു പാത്രം വെച്ച് അടച്ചിട്ട് ഒരു ദോശത്തവ ഓൾറെഡി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറത്തോട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് ഞാൻ ദം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആഹാ, നമ്മുടെ അട്ടലൊടുക്ക് ചെമ്മീൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റ, ബൈ.